കുറെ കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പറ്റിക്കാൻ തന്നെ പോവും. എനിക്ക് പറയണമെന്നുണ്ട്. ഇപ്പം എന്നെ പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. കിച്ചു ഒരു ലൈവ് വന്നിട്ട് ഒരു 6 മിനിറ്റുള്ള ഒരു ലൈവ്, ആ ലൈവിൽ വന്നിട്ട് അവൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നാളെ എനിക്കെതിരെ വേണമെങ്കിൽ പെണ്ണ് കേസ് വരെ വരാം എന്നവൻ പറയണമെങ്കിൽ അന്ന് ആലോചിച്ച് നോക്കണം അവൻ്റെ വീട്ടുകാർ, അതായത് രേണുസുതി എന്ന് പറയുന്ന തള്ളയും തള്ളയുടെ വീട്ടുകാരും എത്ര മാത്രം ക്രൂക്കഡ് മൈൻഡുള്ള ആൾക്കാരാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. വെറുതെ വന്നിട്ട് അവൻ ഇങ്ങനെ ഒരു ലൈവ് ഇട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ചുമ്മാ പറയത്തില്ലല്ലോ. എവിടെ നിന്നെങ്കിലും തനിക്കെതിരെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ആരിൽ നിന്നെങ്കിലും അവൻ മുൻകൂട്ടി അറിഞ്ഞു കാണും. അത് നേരത്തെ വന്നു ബാക്കിയുള്ള ആൾക്കാരിലോട്ട് അവൻ അറിയിച്ചു, എനിക്കെതിരെ ഇങ്ങനെ ഒരു പെണ്ണ് കേസ് വരാം, നിങ്ങളത് വിശ്വസിക്കരുത് എന്നുള്ളത് പറയേണ്ടി വരുന്നവൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ചെറിയൊരു പയ്യൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ വൃത്തികെട്ട ആൾക്കാർ ഈ ലോകത്ത് വേറെ കാണത്തില്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ. വേറൊന്നും പറയാനായിട്ട് ഒന്നല്ല, ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. അവൻ സ്വയം പറയുന്നത് കേട്ടല്ലോ, പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന്. ചില ആൾക്കാർ പറയുന്നുണ്ട് കിച്ചുനെ ആരൊക്കെയോ ചേർന്ന് മാനിപ്പുലേറ്റ് ചെയ്ത കൊണ്ടുവന്ന് പറയിച്ചതാണ്, അല്ലാണ്ട് അവൻ ഇങ്ങനെ പറയത്തില്ല എന്നൊക്കെ പെൺവേഷം കെട്ടി നടക്കുന്ന ഒരു ചേട്ടൻ, മുടിയില്ലാതെ ഒരു മൊട്ടച്ചി, പിന്നെ കുറേ രേണുസുതി സപ്പോർട്ടേഴ്സ് പറഞ്ഞ് നടക്കുന്നുണ്ട്. അവനൊരു മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തൊന്നും അല്ല ഞാൻ വീഡിയോ ഇട്ടെ, ഇനി റിതപ്പനൊക്കെ കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പേടിച്ചാണ് ഞാൻ പറയാതിരുന്നത്. എന്തായാലും നോക്കാം, എല്ലാവരുടെയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേട്ടല്ലോ രേണു അമ്മച്ചി, ഇനി കണ്ടവരുടെ നെഞ്ചത്തോട്ട് നിങ്ങളൊക്കെ കാരണമാണ് അവൻ ഇങ്ങനെ വന്ന് പറഞ്ഞേ, മക്കളെയും അമ്മയും തമ്മിൽ തെറ്റിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇറങ്ങരുത്. അല്ല, ഇങ്ങനൊരു ഡയലോഗാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടി 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 നീ ഒരുത്തിയാണെടി എൻ്റെ ജീവിതം കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് നശിപ്പിച്ച് പെടോരടങ്ങുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്, ആരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. അവൻ്റെ ഇഷ്ടത്തിന് അവൻ അനുഭവിച്ച കാര്യങ്ങൾ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അവൻ്റെ അങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പല അമ്മമാർക്കും കിച്ചനോടുള്ള ഒരു സ്നേഹം കൊണ്ട് അവരെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അവർ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരു സമയത്ത് രേണുവിനോട് ഇതേ സ്നേഹവും കെയറും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെ രേണു തന്നെ വെറുപ്പിച്ച് പണ്ടാരടക്കി വിട്ടതാണ്. ഒരു സമയം കഴിഞ്ഞപ്പോൾ സഹായിച്ചവരൊക്കെ തന്നെ തിരിച്ച് തെറി വിളിക്കുക, അപമാനിക്കുക, ഇതൊക്കെയാണ് രേണു ചെയ്തുകൊണ്ടിരുന്നത്. ഒരുമാതിരി കയ്യാലപ്പുറത്തെ തേങ്ങ, അങ്ങനെ വേണമെങ്കിൽ പറയാം രേണുവിനെ. ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറെ അത്യാവശ്യം ബോധം വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. രേണുസുദിനെ പോലെ മറ്റേ പെൺവേഷം കെട്ടി നടക്കുന്ന അണ്ണനെ പോലെ, മൊട്ടച്ചീനെ പോലെ, പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വിവരമില്ലാത്ത കഴുതകളെ പോലെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് അവൻ പറഞ്ഞു വെച്ചത് എന്നുള്ളത്. മനസ്സിലാവാത്ത ആൾക്കാർ നെഗറ്റീവ് പറയുന്നതൊക്കെ എടുത്തിട്ട് സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്ത് വെക്കും. അതായത് രേണുസുതി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിച്ചുവിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ, സുധീനെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തും ഷെയർ ചെയ്തും വയ്ക്കുന്നുണ്ട്. വല്ലാത്ത സ്വഭാവം പിടിച്ച തള്ള. എന്നെ പറ്റി
ന്യൂസുകളാണ്, ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാതെ പോകും. എന്നെ പറ്റി വേണമെങ്കിൽ ന്യൂസുകളൊക്കെ വരാം, പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതായത് രേണുസുതി വല്ലതും പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വച്ചോ, എന്നെ അത് ബാധിക്കത്തില്ല എന്നാണ് കിച്ചു പറഞ്ഞത്. അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ധാരാളമായിരിക്കും. രേണുസുതി കുറേ പൈസ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്നും ഇതുവരെ ആ പയ്യനെ കൊച്ചിനെ തൊട്ടിട്ടില്ല എന്നുള്ള വർത്തമാനമൊക്കെ കൊണ്ട് വരും. എന്തായാലും ഇന്ന് നാട്ടിലെത്തുന്നൊക്കെയല്ലേ പറയുന്നത്. ഇന്ന് വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ ഭൂകമ്പം പോവാണ് അമ്മച്ചി എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇത്രയും നാൾ അവൻ പേടിച്ച് മിണ്ടാതിരുന്നതാ, ഇപ്പം അവന് മടുത്ത്. അതുകൊണ്ടായിരിക്കണം അവൻ എത്രയെങ്കിലൊക്കെ ആൾക്കാർ അറിയട്ടെ എന്ന് വന്ന് പറഞ്ഞത്. ഇപ്പോഴും അവൻ വായിക്കുന്നുണ്ടാവും മനസ്സിൽ. കാരണം ഇവരെപ്പോലുള്ളവർ എന്തിനും മടിക്കാത്തൊരു സ്ത്രീ, അങ്ങനെ പറയാൻ പറ്റുമോ രേണുസുതിനെ? അല്ലെങ്കിൽ ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കാൻ ഇറങ്ങത്തില്ലല്ലോ. ഇപ്പോൾ എന്തിനും മടിക്കാതെ സ്ത്രീ വല്ല കള്ളക്കേസും ഉണ്ടാക്കി ചെക്കനല്ലതും കുടിക്കാലോ. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടാം. ഇപ്പം ഇതിനെപ്പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം. പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വരാമെന്ന് വേറൊന്നല്ല. രേണുസുതിയും വീട്ടുകാരും അതിൻ്റെ അപ്പുറത്ത് തറപ്പരിപാടി കാണിക്കുക എന്നുള്ളത് ആ ചെറുക്കനെ അറിയാം. കാരണം കുറേ കാലമായിട്ട് കാണുന്നല്ലേ, സ്വാഭാവികമായിട്ട് അറിയാതിരിക്കത്തില്ലല്ലോ വീട്ടുകാരുടെ സ്വഭാവം. അതുകൊണ്ട് അവൻ മുൻകൂട്ടി വന്നിരുന്നു പറഞ്ഞു. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടുകാരോടൊപ്പം നിൽക്കുക. നീ എവിടെയാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവിടെ നിൽക്കുക. അല്ലാണ്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല കുഞ്ഞ്. എവിടെയാണോ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം കിട്ടും. പിന്നെ പാസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മുന്നോട്ട് എങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നോക്കി ജീവിച്ചാൽ മതി. പഴയ ജീവിതം, പഴയ പാസ്റ്റ്, പഴയ കാര്യങ്ങൾ അതൊക്കെ വിടുക. ഇനി പഴയ കാര്യങ്ങളിലേക്ക്, അതായത് ഈ ഡ്രഗ്സും മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. കാരണം ഇനി പോയി കഴിഞ്ഞാൽ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്യാനോ ഉണ്ടാവത്തില്ല. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. ഫോക്കസ് ചെയ്യല്ല, എൻ്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവൻ അവൻ്റെ മൊത്തം കാര്യങ്ങളാണ് പറഞ്ഞത്. ചില കാര്യങ്ങൾ രേണുവിന് ഇങ്ങനെ പറഞ്ഞു, രേണുവിന് അങ്ങനെ പറഞ്ഞു. രേണു ഇത്രയും കാലം നോക്കി, രേണു പൈസ കൊടുത്തു, പറഞ്ഞ് എവിടൊക്കെയോ എത്തിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. സോ രേണുവിനെ പൊക്കി നടക്കുന്ന ആളെ സൂക്ഷിക്കുക. കുറേ കഴിയുമ്പോൾ രേണുവിന് ഒരു ടൈം പാസ് പോലെ ആയിരിക്കും. കുറേ കഴിയുമ്പോൾ രേണുവിന് മടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ സഹായിച്ച ആൾക്കാരെ, ഇപ്പോൾ കൂടെ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ മൊത്തം തള്ളിപ്പറയും. അല്ല, ഇതാണ് രേണുവിൻ്റെ ഒരു ചരിത്രമേ. പിന്നെ രേണുവേ ആ ചെറുക്കനെ എന്തേലൊക്കെ ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ എടുത്തിട്ട് വാരി അങ്ങ് കൊല്ലും. പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാവും. അതാലോചിച്ചിട്ട് എന്തേലൊക്കെ ചെയ്യാൻ ഇറങ്ങുക. ഓക്കെ, ശരി എന്നാൽ.